അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ചൊവ്വാഴ്ച. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പരാമർശത്തിൽ മോദിക്കെതിരെ പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകിയില്ല. വിദ്വേഷ പ്രസംഗത്തിലൂടെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിനാൽ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് കമ്മീഷൻ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മോദിയെ വിലക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് പരാതിപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രസംഗമധ്യേയുള്ള ആരോപണം. രാജസ്ഥാൻ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPM ഡൽഹി പോലീസിന് പരാതി നൽകി. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ ഖാരട്ടും ദില്ലി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുഷ്പീന്ദർ സിംഗ് ഗ്രേവാളുമാണ് പരാതി നൽകിയത്. ഡൽഹി മന്ദിർമാർ പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ് പരാതി അയച്ചുകൊടുത്തതെന്ന് CPM അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം തീർത്തും രാജ്യവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. എന്നാൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ പേര് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്ന പ്രചാരണമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസ് ഇടപെടാത്ത വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും പോലീസ് സുരക്ഷ മാത്രം നോക്കിയാൽ മതിയെന്നും തിരുവമ്പാടി ദേവസ്വം. പൂരം നടത്തിപ്പ് ചുമതല ദേവസ്വങ്ങൾക്കാണെന്നും ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ലെന്നും വേറെ ആരും അതിൽ കൈകടത്തേണ്ടതില്ലെന്നും ദേവസ്വം അധികൃതർ അഭിപ്രായപ്പെട്ടു. സുരേഷ് ഗോപിയെ ആരും വിളിച്ചു വരുത്തിയതല്ലെന്നും അദ്ദേഹത്തിന്റെ PA ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ ദേവസ്വം അധികൃതർ പൂരത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും അഭിപ്രായപ്പെട്ടു. പോൺ വീഡിയോ ഇല്ലെന്ന് ടീച്ചറല്ലല്ലോ പറയേണ്ടത്, ഞങ്ങളെല്ലാവരും പറയണ്ടേ? ടീച്ചർ പറയേണ്ടതില്ല, ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു KK ശൈലജയുടെ വിശദീകരണം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ഇടതുപക്ഷം വലിയ തെറ്റ് ചെയ്തുവെന്ന് നടൻ പ്രകാശ് രാജ്. 2 മതേതര മുന്നണികളെ തമ്മിലടിപ്പിച്ച് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ആനുകൂല്യം നേടുകയെന്ന BJPയുടെ കെണിയിൽ LDF വീഴരുതായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ പരാതിയിൽ നടപടിയൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വത്തുക്കൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ നേതൃത്വം അറിയിച്ചു. സഭയുടെ തിരുവല്ലയിലുള്ള യൂത്ത് സെന്ററിൽ നടന്ന യോഗത്തിൽ അനിലിന് സ്വീകരണം നൽകി. ഇതാദ്യമായാണ് ഒരു ക്രൈസ്തവ സഭ BJPക്ക് പരസ്യ പിന്തുണ നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ പിന്തുണയുമായി വരുമെന്ന് BJP ജില്ലാ സെക്രട്ടറി റോയ് മാത്യു അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേരളത്തിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ NDAയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് NDA സഹകരണം എന്ന രീതിയിലാണ് ചർച്ച നടത്തിയതെന്നും നേരത്തെ കോൺഗ്രസുകാരനായിരുന്ന തനിക്ക് ഏത് സംസ്ഥാനത്തെ നേതാവുമായും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. തനിക്ക് കൂടുതൽ പിന്തുണ തന്നത് ഇടതു സർക്കാരാണെന്നും നാടിനെ ഏറ്റവും സഹായിച്ചത് പിണറായി വിജയനാണെന്നും പാലക്കാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന AV ഗോപിനാഥ്.
ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്താതിരുന്നിട്ടും തന്നെ കോൺഗ്രസ് പുറത്താക്കി. പിണറായി വിജയനൊപ്പമുള്ള ഫ്ലക്സ് ബോർഡ് ഉയർത്തിയ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരിഹസിക്കുന്ന ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം. ചോദ്യാവലി ഇടത് സ്ഥാനാർത്ഥി KS ഹംസയെ പിന്തുണച്ചും ലീഗ് നേതൃത്വത്തെ ആക്ഷേപിച്ചുമുള്ളതാണ്. സമസ്ത ഉൾപ്പെടെ ലീഗിനെ വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് KS ഹംസ പറഞ്ഞു. പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് അന്വേഷിക്കാൻ 3-അംഗ സമിതി. രാഷ്ട്രീയ ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കും. BLOയും UDF പഞ്ചായത്ത് അംഗവും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കേസ് അന്വേഷിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയത് ജില്ലാ കളക്ടറാണ്. 6 വർഷം മുമ്പ് മരിച്ചുപോയ അന്നമ്മയുടെ പേരിൽ മരുമകളായ അന്നമ്മ വോട്ട് ചെയ്തതാണ് പരാതിക്ക് ഇടയാക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ കണ്ണിനെ പരിക്കേറ്റ സംഭവത്തിൽ BJP പ്രവർത്തകനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുളവന കഠിനാംപൊയ്ക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിള ആണ് അറസ്റ്റിലായത്. അതേസമയം കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടതാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ദിവസങ്ങളോളം മിൽമ പാൽ കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർക്കുന്നുവെന്ന ആരോപണത്തിനെതിരെ നിയമ നടപടിയുമായി മിൽമ. ഒരു യൂട്യൂബ് ചാനലിനെതിരെയാണ് മിൽമ പരാതി നൽകിയത്. പാൽ ദിവസങ്ങളോളം കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർക്കുന്നെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. KSRTC ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിച്ചു. 30-ാം തീയതി വരെയാണ് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് അധിക സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബാംഗ്ലൂരു, മൈസൂരു എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ തിരക്ക് അനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും KSRTC അറിയിച്ചു. ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള സ്റ്റെന്റിന് കുറവ് വന്നാൽ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ച് മന്ത്രി വീണ ജോർജ്. സ്റ്റെന്റ് ഇല്ലാത്തതിനാൽ ഒരു ആശുപത്രിയിലും ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കുറവുണ്ടായാൽ സ്റ്റെന്റുകൾ ആശുപത്രിയിൽ നേരിട്ടെത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. തിരിച്ചറിയൽ രേഖയില്ലാത്തവർക്കും വോട്ട് രേഖപ്പെടുത്താൻ കമ്മീഷൻ സംവിധാനമൊരുക്കി. വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ അന്നേ ദിവസം വോട്ടിംഗിനായി ഉപയോഗിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ 13 തിരിച്ചറിയൽ രേഖകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. കോട്ടയത്ത് BDJSനെ വിമർശിച്ച് CPM ലഘുലേഖ പുറത്തിറക്കി. BDJSന്റേത് മാരീജ രാഷ്ട്രീയമെന്നും മണ്ഡലത്തിൽ പണമൊഴുക്കി വോട്ട് പിടിക്കാൻ BDJS ശ്രമിക്കുകയാണെന്നും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സമുദായം മറക്കില്ലെന്നും ലഘുലേഖയിൽ ഓർമ്മപ്പെടുത്തുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് MDH, എവറസ്റ്റ് എന്നീ ഇന്ത്യൻ ബ്രാൻഡുകൾ നിരോധിച്ച് ഹോങ്കോങ്ങിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം. MDH ഉൽപ്പന്നങ്ങളായ കറി പൗഡർ, മിക്സഡ് മസാല പൊടി, സാമ്പാർ മസാല എന്നിവയിലും എവറസ്റ്റിലെ ഫിഷ് കറി മസാലയിലും ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എത്തിലീൻ ഓക്സൈഡ് കണ്ടെത്തിയതായി ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം അറിയിച്ചു. സിംഗപ്പൂരിലെ ഫുഡ് ഏജൻസിയും എവറസ്റ്റിലെ ഫിഷ് കറി മസാലയ്ക്ക് നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഡോക്ടറുമായി ദിവസേന 15 മിനിറ്റ് വീഡിയോ കൺസൾട്ടേഷൻ അനുവദിക്കണമെന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി വിചാരണ കോടതി തള്ളി. പതിവായി ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ പാനൽ രൂപീകരിക്കാൻ റോസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. ഡയബറ്റോളജിസ്റ്റുകളിൽ നിന്നോ എൻഡോക്രൈനോളജിസ്റ്റുകളിൽ നിന്നോ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. രാജസ്ഥാനിലെ പ്രസംഗമധ്യേയുള്ള മുസ്ലിം പരാമർശം വിവാദമായതോടെ അലിഗഡിൽ മുസ്ലിം ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ച് മോദിയുടെ പ്രസംഗം. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും മുസ്ലിം വോട്ട് മാത്രമായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മുത്തലാഖ് നിരോധനത്തിലൂടെ പെൺകുട്ടികളുടെ കണ്ണീർ താൻ തുടച്ചുവെന്നും തീർത്ഥാടനത്തിനുള്ള ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചുവെന്നും മുസ്ലിം സഹോദരിമാർക്ക് തനിച്ച് ഹജ്ജിന് പോകാനുള്ള അവസരമൊരുക്കിയെന്നും അവരുടെയൊക്കെ ആശീർവാദം തനിക്കുണ്ടെന്നും മോദി പറഞ്ഞു. കർണാടക മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പയെ BJPയിൽ നിന്ന് 6 വർഷത്തേക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കി. ശിവമൊഗയിൽ യെദിയൂരപ്പയുടെ മകനും സിറ്റിംഗ് MPയുമായ രാഘവേന്ദ്രയ്ക്ക് എതിരെ ഈശ്വരപ്പ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിരുന്നു. തന്റെ മകൻ KE കാന്തേഷിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈശ്വരപ്പ മത്സരിക്കാൻ തീരുമാനിച്ചത്. ത്രിപുര വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ സെഗ്മെന്റുകളിൽ 100%-ലധികം വോട്ട് രേഖപ്പെടുത്തിയെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതേ തുടർന്ന് ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിലും രാംനഗർ നിയമസഭാ സീറ്റിലും വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി CPM രംഗത്ത്.
2 മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ഇടതുമുന്നണി കൺവീനർ നാരായൺഗർ അഭിപ്രായപ്പെട്ടു. അതേസമയം ത്രിപുര റിട്ടേണിംഗ് ഓഫീസർ വിശാൽ കുമാർ ആരോപണത്തോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഗുജറാത്തിൽ വോട്ടെടുപ്പിന് മുമ്പ് സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ മുകേഷ് ദലാൽ വിജയിച്ചത്. ഗുജറാത്തിൽ വോട്ടെടുപ്പിന് മുമ്പ് സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ശനിയാഴ്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുബാണിയെ പിന്താങ്ങിയ 3 പേരും പിന്മാറുകയായിരുന്നു. തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകിയായിരുന്നു പിന്മാറ്റം. ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടുവെന്നും ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം കവർന്നെടുത്തുവെന്നും ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമാണെന്നും രാഹുൽ വിമർശിച്ചു. പശ്ചിമബംഗാളിൽ എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള 2016 അധ്യാപക നിയമനങ്ങൾ കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. ഇതോടെ 25,753 അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടും. അവരുടെ ശമ്പളം 12% പലിശ സഹിതം തിരികെ നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. നിയമിക്കപ്പെട്ടവരിൽ ഒരാളായ ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന സോമദാസിനെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ തുടരാനും കോടതി ഉത്തരവിട്ടു. IPL-ൽ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസിന് മുംബൈ ഇന്ത്യൻസിനെതിരെ 9 വിക്കറ്റിന്റെ രാജകീയ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 65 റൺസ് എടുത്ത തിലക് വർമ്മയുടെയും 49 റൺസ് എടുത്ത നെഹാൾ വധേരയുടെയും കരുത്തിൽ 179 റൺസ് എടുത്തു. 4 ഓവറിൽ 18 റൺസ് മാത്രം നൽകി 5 വിക്കറ്റ് എടുത്ത സന്ദീപ് ശർമ്മയാണ് മികച്ച ടോട്ടൽ ഉയർത്തുന്നതിൽ നിന്നും മുംബൈയെ തടയിട്ടത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 35 റൺസ് എടുത്ത് മികച്ച തുടക്കം നൽകിയ ജോസ് ബട്ട്ലറുടെ മാത്രം വിക്കറ്റ് നഷ്ടത്തിൽ 18.4 ഓവറിൽ വിജയലക്ഷ്യത്തിലെത്തി. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 60 പന്തിൽ 104 റൺസ് എടുത്ത് ഫോമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നായകൻ സഞ്ജു സാംസൺ 38 റൺസുമായി പുറത്താകാതെ നിന്നു. ഈ ജയത്തോടെ 8 കളികളിൽ 14 പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ് 1ാം സ്ഥാനം നിലനിർത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.